ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ഇപ്പോൾ വ്യാപകമാണ്. ഈ വിഷയത്തിൽ ഖത്തർ പ്രധാനമന്ത്രി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയും ഇറാനെ ആക്രമിച്ചതോടെ ഈ ആശങ്കകൾ ഇരട്ടിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ ആക്രമണം ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. കൂടാതെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും GCC രാജ്യങ്ങൾ സജീവമായി നടത്തുന്നുണ്ട്. കാരണം ഈ യുദ്ധം ഗൾഫ് മേഖലയുടെ വ്യാപാര രംഗത്തെ മാത്രമല്ല, സാധാരണ ജനജീവിതത്തെയും താറുമാറാക്കും. ഇസ്രയേൽ ആദ്യ ദിവസം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യവും ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ ഇസ്രയേൽ വീണ്ടും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു. ഈ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ വലിയ തോതിലുള്ള അണുവികിരണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുവൈറ്റും ഖത്തറുമെല്ലാം തുടർച്ചയായി അന്തരീക്ഷത്തിലെയും പരിസ്ഥിതിയിലെയും മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഇറാന്റെ ബുഷ്ഹർ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടന്നാൽ ഗൾഫ് മേഖല മുഴുവൻ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽത്താനി അടുത്തിടെ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസണുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഈ വീഡിയോ വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വന്തമായി വലിയ കുടിവെള്ള സംഭരണികളോ നദികളോ ഇല്ല. പേർഷ്യൻ കടലിലെ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ചാണ് അവർ കുടിവെള്ളം കണ്ടെത്തുന്നത്. ഇറാന്റെ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ച് കടൽ വെള്ളത്തിൽ അണുവികരണം ഉണ്ടായാൽ ഈ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. അങ്ങനെ സംഭവിച്ചാൽ സംഭരിച്ചു വെച്ച കുടിവെള്ളം 3 ദിവസത്തിനുള്ളിൽ തീർന്നു പോകുമെന്നും ഖത്തർ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇത് ഖത്തറിന്റെ മാത്രം അവസ്ഥയല്ല, കുവൈറ്റിലും UAE-യിലും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത്, ഹോർമുസ് കടലിടുക്കിലെ വെള്ളത്തിൽ ആണവ വികിരണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ വരും. മീൻ ലഭ്യമല്ലാതാകും. ജനജീവിതം താറുമാറാകും. കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ജനങ്ങൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. നമുക്ക് നദികളോ വലിയ ജലസംഭരണികളോ ഇല്ല. 3 ദിവസം കൊണ്ട് കുടിവെള്ളം തീരും. ഇത് ഖത്തറിന്റെ മാത്രം അവസ്ഥയല്ല, കുവൈറ്റിലും UAE-യിലും എല്ലാം ഇത് തന്നെയാകും സ്ഥിതി എന്നാണ് പറയുന്നത്. അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് പാത അടയ്ക്കാൻ ഇറാൻ ആലോചിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ കടലിടുക്ക് അടച്ചാൽ അത് പ്രധാനമായും ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് ഏഷ്യയിലേക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള ചരക്കുകൾ കൂടുതലും ഹോർമുസ് വഴിയാണ് പോകുന്നത്. ചരക്ക് നീക്കം നിലച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങും. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയുടെ സമാധാനവും സാമ്പത്തിക ഭാവിയും വലിയ വെല്ലുവിളി നേരിടുകയാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയതോടെ ഇറാൻ കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നുണ്ട്. അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും മണിക്കൂറുകൾക്കകം ഹോർമുസ് കടലിടുക്ക് പാത തടയുമെന്നും ഇറാന്റെ സൈനിക ഓഫീസർ അലി റസ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിൽ ഇറാൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തി. ലോകത്തെ പ്രധാന ചരക്കുപാതയാണ് ഹോർമുസ് വഴിയുള്ളത്. ആഗോള എണ്ണ ചരക്ക് കടത്തിന്റെ 30%, വാതകത്തിന്റെ 20% ഇതുവഴിയാണ് പോകുന്നത്. ഇറാന്റെ അതിർത്തി മേഖലയാണ് 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്ക്. ഇവിടെ തടഞ്ഞാൽ ലോക വ്യാപാരത്തെ ബാധിക്കുകയും എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക ഞെരുക്കത്തിലാകുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇന്ത്യയിലേക്ക് പ്രധാനമായും ക്രൂഡ് ഓയിലും വാതകവും വരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. എണ്ണ ഇറക്കുമതിയുടെ 40%, വാടക ഇറക്കുമതിയുടെ 54% ഹോർമുസ് വഴിയുമാണ്. ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ ഹോർമുസ് വഴി അടഞ്ഞേക്കാമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു. ഇതിന് പരിഹാര മാർഗങ്ങളും ഇന്ത്യ കണ്ടുവച്ചിട്ടുണ്ട്. ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ളത്. ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖം, UAE-യുടെ ഹുജൈറ തുറമുഖം, ഒമാന്റെ സോഹാർ തുറമുഖം, ഖത്തറിന്റെ റാസ് ലഫാൻ തുറമുഖം എന്നിവ ഹോർമുസിനോട് ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ നിന്നുള്ള എല്ലാ കയറ്റുമതിയും കുറയുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലും വാതകവും എത്താൻ മറ്റു വഴികൾ ഇന്ത്യ ഉപയോഗിച്ചേക്കും. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ഇന്ധനമാക്കി കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഇന്ത്യ. റിലയൻസ് ഇൻഡസ്ട്രീസ്, നൈര എനർജി എന്നീ കമ്പനികളാണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്. ഇവരുടെ കപ്പൽ പതിവായി പോകുന്നത് UAE, സിംഗപ്പൂർ, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. ഈ പെട്രോളിയം കയറ്റുമതിയും തടസ്സപ്പെടുമെന്ന പ്രതിസന്ധിയും ഇന്ത്യ നേരിടുന്നുണ്ട്.
എണ്ണ ലഭ്യതയിൽ കുറവുണ്ടായാൽ കയറ്റുമതി കുറച്ചേക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി പറഞ്ഞിട്ടുണ്ട്. മതിയായ എണ്ണയും വാതകവും ഇന്ത്യയിലുണ്ട്. ഇറക്കുമതിക്ക് വേണ്ടി ഒട്ടേറെ രാജ്യങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നതിൽ പ്രതിസന്ധി കുറയും. ഇന്ത്യയിൽ ഒരു ദിവസം 55 ലക്ഷം ബാരൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 15 ലക്ഷം കടൽ വഴിയാണ് എത്തുന്നത്. ക്രൂഡ് ഓയിൽ ലഭ്യത ഇന്ത്യക്ക് പ്രശ്നമാകില്ല. എന്നാൽ ചരക്കു കടത്തുകൂലി വർദ്ധിക്കുന്നതാണ് പ്രതിസന്ധി ആകുക എന്ന് മന്ത്രി പറയുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്, കൂടാതെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും. മാത്രമല്ല, റഷ്യയുടെ എണ്ണയാണ് കൂടുതൽ ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഒപ്പം അമേരിക്കയുടെയും കാനഡയുടെയും എണ്ണ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യത കുറവ് വരില്ലെങ്കിലും ചരക്കു കടത്ത് കൂടും. പൈപ്പ് ലൈൻ വഴിയും എണ്ണ 74 ദിവസം ഉപയോഗിക്കാനുള്ള എണ്ണ സംഭരിക്കാനുള്ള ശേഷി ഇന്ത്യയിലുണ്ട്. സൗദി, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയാണ് ഇന്ത്യയിലേക്ക് ഹോർമുസ് വഴി എത്തുന്നത്. പേർഷ്യൻ കടലിൽ നിന്ന് ഹോർമുസ് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നാണ് ചരക്കുകൾ എത്തുന്നത്. പേർഷ്യൻ ഗൾഫിനടുത്തുള്ള അബ്ഖൈക്ക് ഓയിൽ പ്രോസസിംഗ് സെന്ററിൽ നിന്ന് ചെങ്കടലിലെ യാൻബു തുറമുഖത്തേക്ക് എത്തുന്ന സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ പ്രതിദിനം 5 ദശലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോകാൻ ശേഷിയുള്ളതാണ്. UAE കരയിലുള്ള എണ്ണപ്പാടങ്ങളെ ഒമാൻ ഉൾക്കടലിലെ ഫുജൈറ എക്സ്പോർട്ട് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനിന് പ്രതിദിനം 1.8 ദശലക്ഷം ബാരൽ ശേഷിയുണ്ട്. ഒമാൻ ഉൾക്കടലിലുള്ള ജാസ്ക് കയറ്റുമതി ടെർമിനലിലേക്ക് എണ്ണ എത്തിക്കാൻ ഇറാന്റെ ഗോറെഷ് ജാസ്ക് പൈപ്പ് ലൈനിലൂടെ സാധിക്കും. ഇതെല്ലാം ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. യുദ്ധം ഏറെക്കാലം നീണ്ടാൽ ഇന്ത്യയിൽ എണ്ണവില കുത്തനെ ഉയരും.